പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധം ആഗോള ഊർജ്ജ വിപണിയെ വരിഞ്ഞുമുറുക്കുമ്പോൾ ഇന്ത്യയുടെ അടുക്കളകളും വ്യവസായ മേഖലകളും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യത്തെ LPG വിതരണ സംവിധാനം യുദ്ധ സാഹചര്യത്തിൽ താളം തെറ്റിയതോടെ രാജ്യം മുൻപെങ്ങുമില്ലാത്ത വിധം പാചകവാതക ക്ഷാമത്തെ അഭിമുഖീകരിക്കുന്നതായാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്കായി സിലിണ്ടറുകൾ മുൻഗണനാടിസ്ഥാനത്തിൽ നൽകാൻ സർക്കാർ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വാണിജ്യ മേഖലയിൽ സിലിണ്ടറുകളുടെ ലഭ്യത പൂർണ്ണമായും നിലച്ച മട്ടാണ്. കൊൽക്കത്തയും മുംബൈയും ബംഗളൂരുവും അടങ്ങുന്ന മെട്രോ നഗരങ്ങളിൽ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കൂട്ടത്തോടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. കേരളത്തിലും ഹോട്ടൽ മേഖലയിൽ LPG ക്ഷാമം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പല ഹോട്ടലുകളും തങ്ങളുടെ മെനുവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും പ്രവർത്തന സമയം ചുരുക്കുകയും ചെയ്തിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾ കൃത്യമായി ലഭിക്കാത്തത് ചെറുകിട കഫേകളെയും തട്ടുകടകളെയും പോലും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുംബൈ നഗരത്തിൽ മാത്രം ഇതിനോടകം 20% ഹോട്ടലുകൾ പൂട്ടിയിട്ടതായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നൽകുന്ന വിവരം. 2 ദിവസം കൂടി പ്രതിസന്ധി നീണ്ടാൽ പകുതിയിലധികം ഹോട്ടലുകളും പൂട്ടേണ്ട സ്ഥിതിയാണ്. കൊൽക്കത്തയിലെ പ്രമുഖ ഭക്ഷണ ശൃംഖലകൾ തങ്ങളുടെ സെൻട്രൽ കിച്ചണുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ലക്നൗ പോലുള്ള നഗരങ്ങളിൽ ഗാർഹിക സിലിണ്ടറുകൾക്കായി പോലും ജനങ്ങൾ മണിക്കൂറുകളോളം ഏജൻസിക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനിടെ വിഷയം ഗൗരവമായി എടുത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖല തകർന്നാൽ അത് വിനോദസഞ്ചാര മേഖലയെയും അനുബന്ധ തൊഴിലുകളെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. തമിഴ്നാട്ടിൽ MSME വ്യവസായ യൂണിറ്റുകളും ഇന്ധനക്ഷാമം മൂലം പ്രതിസന്ധിയിലാണ്. ഇതിനിടെ സാഹചര്യം വിലയിരുത്താൻ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗാർഹിക ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ അത്യന്താപേക്ഷിത സാധന നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി റിഫൈനറികളിലെ ഹൈഡ്രോ കാർബൺ സ്ട്രീമുകൾ LPG ഉൽപ്പാദനത്തിനായി വകമാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടർ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി IOC, BPCL, HPCL എന്നീ കമ്പനികളിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സമിതിയെയും നിയോഗിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാത്രമേ വാണിജ്യ സിലിണ്ടറുകൾ അനുവദിക്കൂ എന്നതാണ് നിലവിലെ തീരുമാനം. ഇന്ത്യയുടെ വാതക വിതരണ സംവിധാനത്തിലെ ഘടനാപരമായ ബലഹീനതയാണ് ഇത്തരം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ വെളിപ്പെടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സിലിണ്ടറുകളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനും ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന വ്യോമാക്രമണങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇറാൻ്റെ ഇന്ധന സംഭരണശാലകളും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ആഗോള വിപണിയിലേക്കുള്ള ഇന്ധന വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഇറാൻ്റെ സമുദ്രപാതകളിലെ സുരക്ഷാ ഭീഷണിയും ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള LPG കപ്പലുകളുടെ വരവ് കുറയാൻ കാരണമായി. ഇത്തരത്തിൽ ആഗോള വിപണിയിലുണ്ടായ അപ്രതീക്ഷിത വിതരണ തടസ്സവും ഇൻപുട്ട് ചെലവുകളിലെ വർധനയുമാണ് ഇന്ത്യയിലെ ഗാർഹിക വാണിജ്യ മേഖലയിൽ പെട്ടെന്നുള്ള പാചകവാതക ക്ഷാമത്തിന് വഴിതെളിയിച്ചത്. Waytonikah.com, the exclusive Muslim matrimonial site.